നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മാറ്റണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഉപകാരപ്രദമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊട്ടിപ്പോയ ഡിസ്പ്ലേ മാറ്റി പുതിയത് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സാംസങ്ങിൻ്റെ M30 എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ ഡിസ്പ്ലേ ബ്ലോക്കാണ്. നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യും. M30 എന്ന മോഡലാണ്. ആദ്യം നമുക്ക് പോരേണ്ടത് ജെറ്റർ, പിന്നെ ഉപയോഗിച്ച് സിം ട്രേ ആണ് അത് വേണ്ടത്. അതിനുശേഷം സൈഡ് ഓപ്പൺ ചെയ്യാം. കാർഡ് ഉപയോഗിച്ച് സൈഡ് കൊടുക്കുക. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് തള്ളി പിടിച്ച് ഓപ്പൺ ചെയ്യാം. ടൂസർ ഉപയോഗിച്ച് പയ്യെ ഫിംഗർ പ്രിൻ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നൈസായിട്ട് ഇതിൻ്റെ സ്ക്രൂ കഴിക്കാം. ഇവിടെ വെച്ച് ലോക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നെറ്റ്വർക്ക് ആൻറ്റിന കണക്ഷനാണ് വന്നത്. ഇവിടെ റിംഗറിൻ്റെ കണക്ഷൻ നെറ്റ്വർക്കാണ്. സ്ട്രിപ്പ് ഇടിക്കുക, സബ് സ്ട്രിപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ലൈൻ എന്നത് ഡിസ്പ്ലേയിലേക്കുള്ള ലൈനാണ്. മെയിൻ PCBന്ന് ഡിസ്പ്ലേയിലേക്കുള്ള ലൈനാണ് ഈ സ്ട്രിപ്പ്. സബ് PCBയിലേക്കുള്ള സ്ട്രിപ്പാണത്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. നെറ്റ്വർക്ക് ആൻറ്റിനയാണിത്. അത് ഓപ്പൺ ആക്കിയിടാം. അതിനുശേഷം സബോർഡ് ട്യൂസർ ഉപയോഗിച്ച് തള്ളി പുറത്തെടുക്കാം. ഇതിന് ചാർജിങ് പിന്നി, ഹെഡ്സെറ്റ്, സബോർഡിൻ്റെ കണക്ഷൻ, നെറ്റ്വർക്ക്, മൈക്ക്, ഇതിങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ട് സബോർഡിൽ. റിങ്ങർ, സൗണ്ട് പുറത്തൊക്കെ വരാനായിട്ട് റിങ് ചെയ്യുമ്പോൾ കേൾക്കാനും ഇതാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തെടുക്കുക. ഹീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുക. അതിന് നമ്മൾ ബ്ലോവർ ഉപയോഗിക്കും. ഹീറ്റ് ചെയ്യാനായിട്ട് ബ്ലോവർ ഉപയോഗിക്കും. ഇതാണ് ബ്ലോവർ. അത് ലോ ഹീറ്റിലിട്ട് അടിക്കണം. ഹീറ്റിലിട്ട് ഇതടിക്കുക. അതിനുശേഷം കാർഡ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ബ്ലോക്കാണ്. ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് ഓപ്പൺ ചെയ്യാം. ബ്ലേഡ് ഉപയോഗിച്ച് പൊക്കി പശ റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം തിരിക്കുക. കൈ കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടി പൊക്കിയിട്ട് അടിയിൽ ഡിസ്പ്ലേയിൽ ഗമ്മുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധാപൂർവം പൊട്ടിച്ചെടുക്കുക. ഇങ്ങനെ സ്ട്രിപ്പ് ഊരിയിട്ട് ഇങ്ങനെ വരും. ഒരു സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ക്യാമറയിലൊന്നും അഴുക്കാകരുത്. ക്യാമറയിലൊക്കെ നോക്കി കൊണ്ട് ചെയ്യണം. സൈഡ് ഗമ്മൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യുക. ഇത്
സാംസങ്ങിൻ്റെ OGS ഡിസ്പ്ലേ ആണ്. ഒറിജിനലിൻ്റെ തന്നെ കോപ്പി ഡിസ്പ്ലേ ആണത്. M30 നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഗമ്മ് ഇതിൽ 2 കളർ വരുന്നുണ്ട്, ബ്ലാക്കും പിന്നെ വൈറ്റ്. നമ്മുടെ അടുത്തുള്ളത് ബ്ലാക്കാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ഡിസ്പ്ലേ ആണ്. ഗമ്മിട്ട് കൊടുക്കുക. അതിന് ക്യാമറ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ടൈറ്റ് ചെയ്യാം. ഡിസ്പ്ലേ എടുക്കാം, നോക്കാം. സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. അടിയത്തെ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് നോക്കി ചെയ്യണം. റിമൂവ് ചെയ്യാം. കേട്ടാ ഫിക്സ് ചെയ്യാം. ആധുനികമായിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. പണ്ടെല്ലായിടത്തും സർവീസ് സെൻ്ററിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. എല്ലാം വലിയ കൂടിയ മൊബൈൽ കുറഞ്ഞ മൊബൈൽ ക്ലീൻ ചെയ്യാൻ സൈഡിൽ ഗ്യാപ്പിൽ കൂടി വെളിച്ചം വരണ്ടാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടച്ച് പെർഫെക്റ്റ് ആണ്, മനസ്സിലായി. വെളിച്ചമില്ല. ഇത് ഓണതിന് ശേഷം ടച്ച് അനങ്ങണ്ടാന്ന് നോക്കാം. പിന്നെയാണ് ടച്ച് അനങ്ങുണ്ട്. 1 മണിക്കൂറോളം ഇങ്ങനെ വയ്ക്കാം. ബാൻഡ് കഴിക്കാൻ പോകണേന് അങ്ങനെ കഴിക്കുക. സബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് സബോർഡ് വെച്ച് ട്യൂസർ ഉപയോഗിച്ച് സാധനം വെച്ച് സബ് PC ഇത് കണക്ട് ചെയ്യാം. അതിനുശേഷം ആൻറ്റിന നെറ്റ്വർക്കിൻ്റെ ആൻഷൻ അതിനുശേഷം സ്ക്രൂ ഇടാം. ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വോളിയം സ്വിച്ച് വന്ന ഭാഗത്ത് ആദ്യം ഇടാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ മാറി. അപ്പോൾ നമ്മൾ LED എല്ലാം ഇട്ടാക്കണം. എൻ്റെ കോപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.